ഞാൻ പറയുന്നത് 303 സീറ്റുകളാണല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത്. ആ 303 സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല. ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം 8 സീറ്റുകൾ ബി ജെ പിക്ക് കുറയും. 303-ൽ 8 സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂരിപക്ഷം 295-ലേക്ക് കുറഞ്ഞു എന്നാണ്. 295-ൽ എത്തി നിൽക്കുന്ന ബി ജെ പിക്ക് 15 സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും. അപ്പോൾ 280 സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ 4 സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും. അപ്പോഴേക്കും 3 സീറ്റുകൾ നഷ്ടമാകും. 277-ലേക്ക് വരുന്നു. 272-ആണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ്. കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത്. 14 സീറ്റുകൾ കുറയും. അപ്പോൾ ബി ജെ പിയുടെ അംഗബലം 256 കുറയുന്നു. ഇനി ഛത്തീസ്ഗഡ്, ആസാം, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 10 സീറ്റ് കുറയും. 246 സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി കൂപ്പുകുത്തുന്നു. അതായത് ബി ജെ പിക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല.